ഹായ്, റോസിലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്നാണ്ട് വിശേഷം? എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു. ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു. പിന്നെന്താ കൂട്ടുകാരെ, മഴയുണ്ടോ? ഇവിടെ രാത്രി നല്ല മഴയാണ്. പക്ഷേ ഇന്ന് മഴയില്ല, പക്ഷെ നല്ല ഇടിവെട്ട് വരുന്നുണ്ട്. രാത്രിക്ക് മഴയ്ക്ക് ഇപ്പോഴേ അവർ പെർഫോമൻസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാവും അല്ലേ? പിന്നെ നിങ്ങളുടെ ചെടികൾ നട്ടിരിക്കുന്ന പോട്ടുകൾ നിങ്ങളൊന്ന് ഇളക്കി കൊടുക്കാറുണ്ടോ? ഈ പോട്ടായാലും ഗ്രോ ബാഗായാലും തറയിൽ നട്ടതായാലും എല്ലാ ചെടികളുടെ ചുവടും ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എത്ര നേരമില്ലാത്ത നേരം എന്ന് പറഞ്ഞാൽ ടൈമില്ലാത്ത കൂട്ടുകാരാണെങ്കിലും 2 ആഴ്ചയിൽ ഒരിക്കൽ നമ്മളുടെ ചെടികളുടെ ചുവടെല്ലാം ഇളക്കി കൊടുക്കണം. പക്ഷേ ഈ മഴ കഴിഞ്ഞ ടൈമിൽ കുറേ ദിവസം, ഒരു 2 മാസം അടുപ്പിച്ച് ആഴ്ചയിൽ 1 വീതം ഇളക്കി കൊടുത്തേ പറ്റുള്ളൂ. കാരണം ഈ മഴയത്ത് ഒത്തിരി മണ്ണുകൾ നമ്മുടെ പോട്ടിംഗ് മിശ്രിതം ഉണ്ടല്ലോ, തറഞ്ഞു കിടക്കുകയായിരിക്കും. അപ്പോൾ സൺലൈറ്റും പോട്ടിംഗ് മിക്സിൽ കിട്ടില്ല. വെള്ളം നമ്മൾ നനയ്ക്കൂലേ, വാട്ടറിങ് ചെയ്യൂലേ, അതും നമ്മൾക്ക് ചെടികൾക്ക് നന്നായിട്ട് കിട്ടൂല. ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുത്താലും ഒന്നും കിട്ടത്തില്ല. അപ്പോൾ നമ്മളിങ്ങനെ കുറേ ദിവസം, അതായത് ഒരു 2 മാസത്തോളം എങ്ങനെയായാലും പോട്ടിംഗ് മിശ്രിതത്തിൻ്റെ ഈ പോട്ടിൻ്റെ ചുവട്, ഈ പ്ലാന്റിൻ്റെ ചുവട്, അതായത് പ്ലാന്റിൽ തട്ടാതെ പോട്ടിൻ്റെ സൈഡിൽ കൂടി നിങ്ങൾ ഒന്ന് ആഴ്ചയിൽ 1 വട്ടം ഇളക്കി കൊടുക്കണം. ടൈമില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ 2 ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണം ഫെർട്ടിലൈസർ കൊടുക്കാൻ. പിന്നെ ഇപ്പോൾ നമുക്ക് മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ടല്ലോ, നല്ല വെയിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ജൈവവളങ്ങൾ വീണ്ടും കൊടുക്കാൻ തുടങ്ങാം. കിച്ചൺ വേസ്റ്റ് ഒന്നിൽ ഉണക്കിയിട്ട് പൊടിച്ചിട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ പൊടിച്ചിട്ട് കൊടുക്കാൻ നമുക്ക് വേറെ വളങ്ങൾ നമ്മൾ പൗഡർ രൂപത്തിൽ കൊടുക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ നമുക്ക് വെയിൽ കാണുന്ന ടൈമിൽ അന്നന്ന് കിട്ടുന്ന ഈ വേസ്റ്റ് ഉണ്ടാവൂലേ, വെജിറ്റബിളിൻ്റെ വേസ്റ്റുകളെല്ലാം, മുട്ടത്തോട്, ചായയുടെ മട്ട്, അതെല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കുക. കഞ്ഞിവെള്ളം ഒഴിച്ച് ഡയലൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ അത് നന്നായിട്ട് ഫിൽട്ടർ ചെയ്തിട്ട് നന്നായിട്ട് വെള്ളം കൂട്ടിയിട്ട് ഡയലൂട്ട് ചെയ്യണം. അതല്ല എങ്കിൽ ഇനി ചുവട്ടിൽ നന്നായിട്ട് വെള്ളം മാത്രം കൂട്ടിയാൽ മതി. ഒന്ന് ഡയലൂട്ട് ചെയ്തിട്ട് ചുവട് ഇതേപോലെ ഒന്ന് ഇളക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ ചെയ്യുക. വെയിലുണ്ടല്ലോ, പെട്ടെന്ന് ഇപ്പോൾ ഇന്നത്തെ കിട്ടുന്ന, ഇപ്പോൾ ഇന്ന് മാത്രം അല്ലെങ്കിൽ 2 ദിവസത്തെ വെജിറ്റബിളിൻ്റെ എല്ലാ വേസ്റ്റുകൾ, കിച്ചൺ വേസ്റ്റുകൾ സൂക്ഷിച്ച് വെച്ചിട്ടാണെങ്കിൽ മിക്സിയിട്ടൊന്ന് കറക്കിയിട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറേ ദിവസം വെക്കണം, 7 ദിവസം 5 ദിവസമൊക്കെ വെക്കണം. അപ്പോൾ അപ്പോഴേക്കും മഴ വരും. ചിലപ്പോൾ പറയാൻ പറ്റില്ലല്ലോ, മഴ വന്നാലും നമുക്ക് ഒഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ മിക്സിയിൽ അരച്ചാകുമ്പോൾ അപ്പോൾ തന്നെ നമുക്ക് ഒഴിക്കാം. അന്ന് കിട്ടുന്ന കഞ്ഞിവെള്ളമോ കാടിവെള്ളം എന്ന് ഉദ്ദേശിക്കുന്നത് അരി കഴുകിയ വെള്ളം. ഇതിൻ്റെ കൂടെ പരിപ്പോ പയറോ അങ്ങനെയുള്ള ധാന്യങ്ങളില്ല, അത് കഴുകിയ വെള്ളവും ഉപയോഗിക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മഴ മാറിയിട്ടുണ്ടെങ്കിൽ, ഇന്നിപ്പോൾ മഴ നിൽക്കുകയാണെങ്കിൽ ഓടിക്കൊണ്ട് അത് ഒഴിക്കരുത്. നല്ല വെയിൽ കാണുമല്ലോ, വെയിൽ കാണുന്ന സമയത്ത് ഇത് ശരിക്കും വൈകിട്ടാണ് നമുക്കിങ്ങനെയുള്ള വളങ്ങളും ഒക്കെ നമ്മൾ ഒഴിക്കേണ്ടത്. പക്ഷേ ഇതിപ്പോൾ നമുക്ക് രാവിലെ തന്നെ ഒഴിക്കാം. കാരണം വൈകിട്ടാകുമ്പോഴേക്കും ചിലപ്പോൾ മഴക്കുഞ്ഞമ്മ വരും. രാവിലെ തന്നെ ഒഴിക്കാം കേട്ടോ. പിന്നെ നമുക്ക് മുരിങ്ങയില ഉണ്ടോ നിങ്ങളുടെ വീടുകളിലൊക്കെ? വീടുകളിലില്ലെങ്കിൽ അടുത്ത വീടിൽ നിന്ന് ഉള്ള സ്ഥലത്തുനിന്ന് ഒരു പിടി മുരിങ്ങയില എടുക്കുക. മുരിങ്ങയില മിക്സിയിലിട്ട് അരച്ചിട്ട് കഞ്ഞിവെള്ളം കൂട്ടി ഡയലൂട്ട് ചെയ്ത്, പിന്നെയും സാധാരണ കഞ്ഞിവെള്ളം നമുക്ക് അത്രയും കിട്ടൂലല്ലോ, അപ്പോൾ കുറേ പച്ചവെള്ളം കൂടി കൂട്ടി ഡയലൂട്ട് ചെയ്തിട്ട് നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ആഴ്ചയിൽ 1 വീതം ഒഴിച്ച് കൊടുക്കാം. വെയിലുള്ള ടൈമിൽ, ആ ടൈമിൽ രാവിലെ തന്നെ അരച്ചിട്ട് അപ്പോൾ തന്നെ, ഇത് അരച്ചിട്ട് വെക്കരുതേ, അപ്പോൾ തന്നെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. വെള്ളം നന്നായിട്ട് കൂട്ടണം കേട്ടോ. ഇത് കൂടിപ്പോകരുത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാക്കുളുക്കുന്നു. മുരിങ്ങയിലയുടെ ജ്യൂസ് കൂടരുത്, വെള്ളത്തിൻ്റെ അംശം കൂടണം. വെള്ളം കൂട്ടിയിട്ട് വേണം ഒഴിക്കാനായിട്ട് കേട്ടോ. അതായത് ഇപ്പോൾ ഈ ചൂടുണ്ടല്ലോ, വെയിലുണ്ടല്ലോ, അപ്പം നന്നായിട്ട് വെള്ളം കൂട്ടിയിട്ട് നമ്മളിപ്പോൾ ചിലവർക്കൊക്കെ മഴ നനയാതെ ചെടികൾ നല്ല ചൂടായിട്ടിരിക്കുന്നു, അപ്പം നമ്മൾ വാട്ടറിങ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് പകരം ഇതൊരു കപ്പ് വീതം കോരി ഒഴിച്ചാൽ മതി. ചൂട് ഇളക്കണം കേട്ടോ. ഇളക്കിയാലേ ആ വേരിലേക്ക് എല്ലാം നമ്മൾ ഒഴിക്കുന്ന എന്താണോ ഫെർട്ടിലൈസർ അത് പെട്ടെന്ന് വേരുകൾക്ക് വലിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ.
അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി. പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളെൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വേറൊരു വീഡിയോയിലൂടെ കാണാം കൂട്ടുകാരെ. ഓക്കെ, ടാറ്റാ, ബൈ.